പ്രിയമുള്ളവരെ, പ്രോഗ്രാം ആരംഭിക്കുന്നു. ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവും സന്തോഷനിർഭരവുമായ നാളുകൾ എല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിങ്ങളേവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹാസ്യ സംഗീത പ്രോഗ്രാമിലേക്ക് സ്നേഹോഷ്മളമാർന്ന സ്വാഗതം. ധന്യമായ ഈ വേദിയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരമൊരുക്കിയ ഇതിൻ്റെ സംഘാടക സമിതിക്കും അതുപോലെ ഈ പ്രോഗ്രാം വീക്ഷിക്കാൻ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു അടിപൊളി ഗാനത്തോടു കൂടി ഈ പ്രോഗ്രാം തുടങ്ങുകയാണ്. ഈ ഗാനം ആലപിക്കാൻ വേണ്ടി വേദിയിലെത്തുന്നു കലാഭവൻ മണിക്ക് വേണ്ടി ഒരുപാട് ഗാനങ്ങൾ എഴുതിയ അറുമുഖൻ വെങ്കടങ്ങ് ചേട്ടൻ്റെ മകനാണ്. നമുക്ക് നിറഞ്ഞൊരു കയ്യടിയോടുകൂടി നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാം. മിസ്റ്റർ, നമുക്ക് നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് സ്വീകരിക്കാം ഷിജു വെങ്കിടങ്ങ്. ആടേണം എനിക്കിന്ന് പാടിക്കുടിക്കണം, ആടണം ആടേണം എനിക്കിന്ന് ആടിക്കുഴയണം. ടച്ചായ സോറി. പാടണം എനിക്കിന്ന് പാടിക്കുടിക്കണം, ആടണം ആടേണം എനിക്കിന്ന് ആടിക്കുഴയണം. യുവതന്നിടിപ്പോടെ മുന്നോട്ട് കുതിക്കുന്നു കേരളം. വികസനത്തിന്റെ വഴിയിലായി നമ്മൾ ചുവട് വയ്ക്കുന്നു മുന്നിലായി. സേവനത്തിന്റെ 2 വർഷത്തിൻ കനകശോഭയായി എന്റെ കേരളം. യുവതന്നിടിപ്പോടെ മുന്നോട്ട് കുതിക്കുന്നു കേരളം. വികസനത്തിന്റെ വഴിയിലായി നമ്മൾ ചുവട് വയ്ക്കുന്നു മുന്നിലായി. സേവനത്തിൽ ആടണം ആടേണം എനിക്കിന്ന് ആടിക്കുഴയണം,
കേക്കണം കേക്കണം എന്റെ കഥ നീയൊന്ന് കേട്ടിടണം. എൻ കൂടെ ജീവിക്കാനായി ആശയുള്ള പെണ്ണെ നീ കേട്ടിടണം. പാടണം പാടേണം എനിക്കിന്ന് പാടിക്കുടിക്കണം. ആടണം ആടേണം എനിക്കിന്ന് ആടിക്കുഴയണം. പനന്തത്തെ പുന്നര പൂമത്തെ പൂന്തനും പൂങ്കരളെ എന്നമ്മന പുന്നര പൂങ്കരളെ ഉച്ചയ്ക്ക് നീ എന്റെ കൊച്ചു വളർത്തപ്പിയൊന്നു പൊൻകരളെ വന്നാലൻ എൻ കഥ കേൾപ്പിക്കാൻ ഞാൻ കൂലിക്കോ ചക്കൻ ഞാൻ വീട്ടിൽ കൊടുത്താലും അപ്പച്ചൻ കൊണ്ടുപോകും. അമ്മച്ചിയെ തല്ലിട്ട് കൊണ്ടുപോകും. കാപ്പിന് കള്ളടി ചപ്പച്ചൻ പാടുമ്പോ എന്തൊരു തൂണ പൊന്നെ സംഘഗാനം ഒറ്റയ്ക്ക് പാടും പോലെ. പാടണം പാടേണം എനിക്കിന്ന് പാടിക്കുടിക്കണം. ആടണം ആടേണം എനിക്കിന്ന് ആടിക്കുഴയണം. കേക്കണം കേക്കണം എന്റെ കഥ നീയൊന്ന് കേട്ടിടണം. എൻ കൂടെ ജീവിക്കാനായി ആശയുള്ള തന്നെ നീ കേട്ടിടണം. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടയ്ക്കണ മീനാണ്. പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കട്ടങ്കല്ലാക്കിന്റെ കച്ചവടം. പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കട്ടങ്കല്ലാക്കിന്റെ കച്ചവടം. അന്നത്തെ ചന്ദന കച്ചവടം പെണ്ണിന്റെ കൊട്ടല മീനായി. അന്നത്തെ ചന്ദന കച്ചവടം പെണ്ണിന്റെ കൊട്ടല മീനായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ. എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതോ. കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോനെന്തിനീ പണി ചെയ്തു. കല്യാണം കുട്ടികളെല്ലട വേല ഇതാ. കല്യാണം കുട്ടികളെല്ലട വേല ഇതോ. പെണ്ണ് കെട്ട കാലും കെട്ടും കുട്ടികളായ വായും കെട്ടും. കാര്യം കാഴിഞ്ഞു മതി കളി വേല ഇതാ. കാര്യം കാഴിഞ്ഞു മതി കളി വേല ഇതോ. പയറുമണിക്കത്തൊരു പെണ്ണ് പാവം പെട പാടും കെട്ട് പേക്കോലം പോലായില്ലട വേല ഇതാ. പേക്കോലം പോലായില്ലട വേല ഇതാ. പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങള് പോലീസായി. ജാമ്യം കിട്ടാൻ പൊല്ലായി പാവും വേല ഇതാ. ജാമ്യം കിട്ടാൻ പൊല്ലായി പാവും വേല ഇതോ. ആ പകല് വരിക്ക ചക്കട ചോള കണക്കിൽ തുടുതുടുത്തൊരു കല്യാണി. തുടുതുടുത്തൊരു കല്യാണി. കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം. കണ്ടടി ഞാനൊരു മിന്നായം. കാട്ടുളി മുന തുളയ്ക്കണ മൂർച്ചയുള്ളൊരു നോട്ടമാ. മൂർച്ചയുള്ളൊരു നോട്ടമാ. കാലിടറണ വയറരിയണ ഇടികുടുങ്ങണ് നെഞ്ചിലടി. ഇടികുടുങ്ങണ് നെഞ്ചിലടി. കണ്ടു നിൽക്കണ കല്യാണിക്കൊരു ചെറുചിരി ചെറുപുഞ്ചിരി. ചെറുചിരി ചെറുപുഞ്ചിരി. വിളിച്ചിട്ടല്ല ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ വേല വേണ്ടടി കല്യാണി. വേല വേണ്ടടി കല്യാണി. പരുത്തന്റെ പൊങ്ങൊളിച്ചു ചാടിയ തങ്കമ്മേ. നിന്റെ പരക്കം പാച്ചിലിനൊതുക്കം കിട്ടൂടി തങ്കമ്മേ. ആണിന്റെ മാനം കാക്കണതാരടി തങ്കമ്മോ. വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. ഈ അണി പൂക്കുമ്പോ അങ്ങോട്ട് ചാടണ തങ്കമ്മേ. പുല്ലണി പൂക്കുമ്പോ ഇങ്ങോട്ട് ചാടണ തങ്കമ്മേ. ഞാൻ വയസ്സനല്ലടി കിളവനല്ലടി തങ്കമ്മോ. ഇത് പഴനിയാണ്ടനം കനിഞ്ഞതാണടി തങ്കമ്മേ. ആ പരുത്തന്റെ പൊങ്ങൊളിച്ചു ചാടിയ തങ്കമ്മേ.
കുഞ്ഞുനാളി ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലടി. പിച്ച പിച്ച നടക്കണ കാലത്ത് എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലടി. ഉമ്മക്കുള്ളത്തി കുളിക്കണ നേരത്ത് എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലടി. താങ്ക് യു വെരി മച്ച്. ഇനി നമുക്ക് കലാഭവൻ മണിയോടൊപ്പം നിരവധി മിമിക്സ് വേദികളിൽ ഒന്നിച്ചഭിനയിച്ച തൃശ്ശൂരിൻ്റെ അഭിമാനം ശ്രീ കലാഭവൻ സലീമിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. പ്രേക്ഷക സമൂഹത്തിന് ഏറെ സുപരിചിതനായ ഒരു കൊമേഡിയൻ കലാഭവൻ സലീം. കേരളത്തിലെ ഒട്ടുമിക്ക പ്രൊഫഷണൽ മിമിക്രി ട്രൂപ്പുകളിലും പ്രവർത്തിച്ച കലാഭവൻ സലീം നിരവധി താരങ്ങൾക്കൊപ്പം വിദേശത്തും വേദികൾ പങ്കിട്ടു. ഓഡിയോ വീഡിയോ കാസറ്റുകളിലൂടെ മലയാളികളെ ആവോളം ചിരിപ്പിച്ച ഈ ഹാസ്യ സാമ്രാട്ട് ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിലും നിറസാന്നിധ്യമായി. അഭിനയത്തോടൊപ്പം എഴുത്തിലും തന്റെ കഴിവ് തെളിയിച്ച ഇദ്ദേഹം ഒട്ടേറെ ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകൾക്കായി ഹാസ്യരചനകൾ നിർവഹിച്ചിട്ടുണ്ട്. വെറുതെ ഒരു ഭാര്യ, ഒരിടത്തൊരു പോസ്റ്റ്മാൻ, ഉത്സാഹ കമ്മിറ്റി തുടങ്ങിയ ഒട്ടേറെ ചിത്രങ്ങളിലും ഒരു അഭിനേതാവെന്ന നിലയിൽ തിളങ്ങാൻ സലീമിന് സാധിച്ചു. പഠനകാലത്ത് കലാപ്രതിഭയായിരുന്ന സലീമിന് ഒട്ടേറെ അംഗീകാരങ്ങളും ഈ 2.5 പതിറ്റാണ്ടിനുള്ളിൽ തേടിയെത്തിയിട്ടുണ്ട്. കലാഭവൻ സലീം. പ്രിയമുള്ളവരെ, ആദ്യമായി പരിപാടിയുടെ സംഘാടകർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കേവർക്കും എൻ്റെ വിനയപൂർവമായ നമസ്കാരം. ചെറിയ കൈഡിയ നമ്മുടെ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന പരിപാടിയാണ്. തീർച്ചയായും തൃശ്ശൂർ ഭാഷാശൈലി വളരെ മനോഹരമായി മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസെൻ്റ് ചേട്ടൻ. അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് അനുകരിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. എല്ലാവരും ഉണ്ടല്ലോ. ഏറ്റവും നന്നായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്കും എൻ്റെ വക ആശംസകൾ. ഇനി വേറെ ആരുടെയെങ്കിലും ആശംസകൾ ഉണ്ടോയെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല സത്യം. ഇവിടെ ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കുന്ന സംഘാടകർക്ക് പ്രത്യേകമായിട്ട് ആശംസകൾ നേരിടുന്നോണ്ട് വിരോധമൊന്നുമില്ലല്ലോ. പോട്ടെ, ഞാൻ പോവും, എനിക്ക് പോണം. എന്തോ പറയാണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേര് കലാഭവൻ മനോജാണ്. മൈക്ക് ശരിയല്ലേ? എന്താ മനോജ് പറയാൻ വന്നത്? ഈ ഇന്നസെന്റ് ചേട്ടൻ രാവണപ്രഭു എന്ന ചിത്രത്തിൽ ഒരു വയസ്സനായിട്ടുള്ള കഥാപാത്രത്തിൽ ലഭിച്ചിട്ടുണ്ട്. വാര്യരമാവൻ. അദ്ദേഹത്തിന്റെ ശബ്ദം കൂടി ഒന്ന് കേട്ടാ കൊള്ളാം. തീർച്ചയായും പ്രായം ചെന്ന ഒരു ശബ്ദത്തിൻ്റെ ആ വേരിയേഷൻ. ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്ത് കിട്ടുന്നു കേട്ടിട്ട് വന്നതാ. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ കുറച്ച് കുമ്പളങ്ങ വിൽക്കാനുണ്ട്. ശേഖരന് വേണാവോ? തനിക്ക് വേണമെങ്കിൽ ഇപ്പൊ കൊണ്ടുപോയിക്കോ, ഇല്ലെങ്കിൽ നീലകണ്ഠം വന്ന് എല്ലാം കൊണ്ടുപോകും. പിന്നെ താൻ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. വളരെ മനോഹരമായിരിക്കും. ഇതുപോലെ തന്നെ തൃശ്ശൂരിന്റെ സാംസ്കാരിക നായകൻ സുകുമാർ അഴീക്കോട്, അദ്ദേഹത്തിന്റെ ശബ്ദം ഒരുപാട് വേദികളിലും അതുപോലെ തന്നെ ചാനലിലൊക്കെ അവതരിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിനെ കൂടി നമുക്ക് ഈ വേദിയിലേക്ക് കൊണ്ടുവന്നാലോ? അഴീക്കോട് മാഷ് എൻ്റെ കേരളം എന്ന പരിപാടിയിൽ മാഷ് വന്നിരുന്നെങ്കിൽ എന്താണ് സംസാരിക്കാന്നൊന്ന് പറഞ്ഞാൽ. എൻ്റെ കേരളത്തിൻ്റെ ഈ ഒരു സദസ്സ് വളരെ മനോഹരവും പ്രൗഢഗംഭീരവുമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ 2 തവണ അധികാരത്തിലേറിയ 2ാം പിണറായി സർക്കാരിൻ്റെ 2ാം വാർഷിക പരിപാടികൾക്ക് വിജയാശംസകൾ നേരുന്നതിന് 2 വട്ടം ആലോചിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എല്ലാവർക്കും
എൻ്റെ വിജൃംഭിതവും ആനന്ദ തുന്തിലിതവുമായ ആശംസകൾ കൈമാറുകയാണ് കേട്ടോ. പിന്നെ സലീക്ക, മണിച്ചേട്ടൻ്റെ കാസറ്റിൽ ഒരുപാട് കഥാപാത്രങ്ങളെ ചെയ്തിട്ടില്ലേ? അതിൽ നമുക്കൊരു ഇത്താനെ ചെയ്തിട്ടില്ല. ആ ഇത്താനെ നമുക്ക് ഈ ഇത്താത്തയെ അവതരിപ്പിച്ചിട്ടുണ്ട്. മണിയായിട്ട് ഒരുപാട് വേദികളിൽ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്താത്ത ഇപ്പോൾ തൽക്കാലം സദസ്സിൻ്റെ പുറകിലുണ്ട്. ഇതാ അവിടെയുണ്ട്. നല്ലൊരു കൈഡ് കൊടുത്ത ഇത്താത്ത വരും. ഇതാവണം. അവിടെ ഞാൻ തന്നെയാണ് ആള്. എന്തൊക്കെയാണ് മക്കളെ വിശേഷം? സുഖല്ലേ? ഇപ്പൊ ഇവിടെ നമ്മൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇനി ഡാൻസ് ഇതൊക്കെ വരാനുണ്ട്. അപ്പൊ എനിക്കിവിടെ വന്നപ്പോ കരീം സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വരണം, എന്തെങ്കിലും ഒരു പെർഫോമൻസ് വേണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ കലാപരിപാടി ഒന്നും ഒരു പാട്ട് പാടാൻ തോന്നുന്നു. വലിയ പാട്ടുകാരി ഒന്നല്ല, ഒരു പാട്ട് പാടട്ടെ. പാട്ട് പാടും? എന്നാ ഞാൻ കൊട്ടും. ഞാൻ കൊട്ടും. എത്രയല്ല കൊട്ടണേ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് തീരെ ഇല്ല. എന്നാലൊന്ന് കൊട്ടിയെ കേക്കട്ടെ. കൊട്ടാറിയോന്നറിയണ്ടേ? പെണ്ണാളെ കതിരാടും വിഴിയാളെ കരിങ്ക വീരാനിക്ക എന്റെ കെട്ടിയോനെ മോനെ കെട്ടിയോനായോണ്ട് പറയലല്ലോ. ഇതുപോലെ തങ്കപ്പെട്ട മനുഷ്യൻ ആ നാട്ടിലില്ല. അറിയോ എന്താ സ്വഭാവം? ഇത്രയും നല്ല മനുഷ്യൻ. ഈ കല്യാണത്തിനൊക്കെ നമ്മളിങ്ങനെ സ്ത്രീധനം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ വാങ്ങിക്കൂട്ടില്ലേ? നമ്മുടെ ബീരാൻക്ക് അങ്ങനെയുള്ള ഒരു ദുസ്വഭാവം ഇല്ല. അങ്ങനെ വേണം ആണുങ്ങളായി. ഇതൊക്കെ എന്തോരം വാങ്ങിച്ചു കൂട്ടിയിടാ. അതൊക്കെ ബീരാൻക്ക് കല്യാണത്തിന്റെ സമയത്ത് സ്വർണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു തരി സ്വർണം വേണ്ടെന്ന് പറഞ്ഞ ആളെ ബീരാൻക്ക് അറിയോ? ഒരു തുണ്ട് പൊന്നും വേണ്ടെന്നാ പറഞ്ഞു. കാശായിട്ട് മേടിച്ചുള്ള 16 ലക്ഷം റുപ്യ നമുക്ക് കൊണ്ടക്കോട്ടെ. കുഴപ്പമില്ല. ഇപ്പൊ വീട്ടിലിരുന്നിട്ട് സീരിയല് കാണാ. ഇക്കൊരു സീരിയല് കാണാണ്. സാധാരണ പെണ്ണുങ്ങൾ ഇരുന്നിട്ടല്ലേ സീരിയല് കാണുക. അപ്പൊ ഞാൻ അങ്ങനെ സീരിയലൊന്നും കാണും. ഞാൻ സീരിയലിന്റെ പരസ്യം കാണാം. സീരിയലിനിടയ്ക്കുള്ള പരസ്യം കാണാം. അത് കണ്ടാ മതി, കഥ ഏതാണ്ട് പിടി കിട്ടും. അതെങ്ങനെയാ? കേട്ടിട്ടില്ലേ? ഇല്ല. മലയാള ടെലിവിഷൻ സീരിയൽ ചരിത്രത്തിൽ വീണ്ടും ഒരു പെണ്ണിന്റെ തേങ്ങൽ. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ടിവിയിൽ രാത്രി 9:30 മുതൽ 10:30 വരെ മറക്കാതെ കാണുക. രാമനെ സ്നേഹിച്ച് രാഘവനെ വഞ്ചിച്ച് രാജപ്പനെ കല്യാണം കഴിച്ച് രാജുവിൻ്റെ കുട്ടിയെ പ്രസവിച്ച് ഇപ്പോൾ രമണന്റെ കൂടെ കഴിയുന്ന ഒരു പാവം പെണ്ണിൻ്റെ സന്തോഷ കണ്ണീരിൻ്റെ കഥ. അവൾ പവിത്രയാണ്, അവൾ പവിത്രയാണ്. അതെന്തായാലും കേമായി. അല്ല, മണിച്ചാറിന്റെ കാസറ്റിൽ പിന്നെ ഒരു കഷായ വല്യപ്പൻ അവതരിപ്പിച്ചിട്ട് ഒരു വല്യപ്പൻ. കഷായ വല്യപ്പൻ ഞാനും മഞ്ചേട്ടനും കൂടിയിട്ട് കാസറ്റിൽ കുറെ ചെയ്തിട്ടുണ്ട്. ഞാൻ കഷായ വല്യപ്പൻ അവതരിപ്പിച്ചിട്ടുണ്ട്. കഷായ വല്യപ്പൻ ഈ വേദിയിൽ വന്ന അതെന്തായാലും എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താ അറിയോ, ഞാൻ തൃശ്ശൂർക്കാരനാ. അപ്പൊ അവൻ ആ കാസറ്റിൽ അവതരിച്ച് തൃശ്ശൂർക്കാരനായിട്ട് തന്നെയാ. അപ്പൊ ഞാൻ തൃശ്ശൂർക്കാരനാണോ? ഇവിടെ അല്ലേ ഞാൻ ജനിച്ചു വളർന്നത്. തൃശ്ശൂരാ ജനിച്ചു വളർന്നത്. തൃശ്ശൂരാണോ ജനിച്ചു വളർന്നത്? ഇവിടെ ഏത് ഭാഗം? ഇവിടെ ഏത് ഭാഗം? ഏത് ഭാഗം എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ ഭാഗം ഇവിടെ തന്നെയാണ് ജനിച്ചത്. അല്ലാണ്ട് കാല് കാസർഗോഡും കൈ കന്യാകുമാരിയിലും മോന്ത അയ്യന്തോളായിട്ട് ജനിക്കാൻ പറ്റില്ലല്ലോ. മൊത്തത്തിൽ ഇവിടെ തന്നെയാണ് ജനിച്ചത്. ഇവിടെ എന്താ ഇപ്പൊ പരിപാടി എന്താ വരാൻ പോണേ? അല്ല, ഇനിയിപ്പോ ഇവിടെ മിമിക്സ് വരാൻ പോകുന്നുണ്ട്. എനിക്ക് മിമിക്സ് അവതരിപ്പിക്കാൻ പറ്റും. എനിക്ക് ഇവിടെ ഒരു മിമിക്സ് അവതരിപ്പിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. സൂക്ഷിച്ച് അവതരിപ്പിക്കണമെന്ന് മാത്രം. എന്താ സൂക്ഷിച്ച് അവതരിപ്പിക്കണമെന്ന് മാത്രം. അതെന്താ നീ അങ്ങനെ ഒരു ടോക്ക് സൂക്ഷിക്കാൻ പറയുന്നത്? എന്താ സൂക്ഷിച്ചാ ദുഃഖിക്കണ്ടെന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? അത് പണ്ട് പഴഞ്ചൊല്ല്, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. ഇപ്പൊ സൂക്ഷിച്ചാ ദുഃഖിക്കും. ഇപ്പൊ സൂക്ഷിച്ചാ ദുഃഖിക്കൂ. സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടി വരും. എന്റെ വീടിന്റെ അടുത്ത് ഒരുത്തം സൂക്ഷിച്ചത് അപ്പൊ ഭയങ്കരമായിട്ട് ദുഃഖിച്ചോണ്ടിരിക്കുക. എന്ത് സൂക്ഷിച്ചു? 2 കിലോ കഞ്ചാവ് വീട്ടിൽ സൂക്ഷിച്ചു. പോലീസുകാർ വെറുതെ ഇരിക്കുക. കൊണ്ടുപോയി നല്ല ചാമ്പ്യാമ്പി. ഇപ്പൊ ഇവിടെ മെഡിക്കൽ കോളേജില്ല. ആഹാ, നല്ല ആൾക്കാരെ ഇവിടെ ഈ മിമിക്സ് എന്ന് പറഞ്ഞില്ലേ, അതെന്താ ഇപ്പൊ ഇവിടെ ചെയ്യാം? ഇവിടെ വരാൻ പോകുന്നത് നമ്മുടെ പഴയകാല താരനിരയിൽ ഒരു ശക്തനായ താരമുണ്ട്. ആരാ? അനശ്വരനായ താരം ജയൻ. ജയൻ. അയ്യോ, ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഈ
മറ്റേ തിയേറ്ററിലേക്ക് അങ്ങോട്ട് ഓടി അങ്ങോട്ട് കയറും. പക്ഷേ ആ വാതിലിൻ്റെ അവിടെ നിൽക്കുന്ന ആൾ സമ്മതിക്കില്ല, ടിക്കറ്റ് എടുക്കാൻ പറയും. അത്രയ്ക്ക് ആവേശത്തിൽ അങ്ങോട്ട് ചെല്ലും. ടിക്കറ്റ് എടുക്കാണ്ടാണ് അന്ന് പോയത്. പക്ഷെ ടിക്കറ്റ് എടുക്കാണ്ട് നമുക്ക് ഈ വേദിയിൽ ജയനെ കാണാം. കാണാൻ പറ്റുമോ? ജയനെ വേദിയിലേക്ക് കൊണ്ടുവരാം. കൊണ്ടുവരുമോ? അടുത്തായിട്ട് ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത് അനശ്വര താരം ശ്രീ ജയൻ. പോവാൻ പറ്റും. ഇത് പ്രിയൻ തൃശ്ശൂർ, നല്ലൊരു കൈഡി നമ്മുടെ ജയൻ. ഇനി മനോഹരമായ ഒരു ഗാനത്തിലേക്ക് കടക്കുകയാണ്. ആലപിക്കുന്നത് വിഷ്വൽ മീഡിയയിലൂടെ നമുക്ക് സുപരിചിതയായ റിയ ബിന്നു. ഹലോ, ഹലോ. പ്രിയമുള്ളവരെ, നമ്മുടെ സാംസ്കാരിക സമ്മേളനം ഇവിടെ പുരോഗമിക്കുകയാണ്. വിശിഷ്ട വ്യക്തികളെല്ലാം ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് അല്ലാട്ടാ, നമ്മുടെ ക്ലബിൻ്റെ പ്രസിഡന്റ് ഉടനെ ഇവിടെ എത്തിച്ചേരും. ഓരോരുത്തരായിട്ട് വന്നിരിക്കുക. അതിപ്പോൾ ആരും വന്ന് പ്രസിഡന്റ് ഹലോ എവിടേക്കാ ആരെങ്കിലും കയറ്റി വിട്ട്? ഇത് നട്ടും ബോൾട്ടും ഇളകിയ പെട്ടി ഓട്ടോറിക്ഷ പോലെയാണല്ലോ നിൽക്കണേ. എങ്ങനെ 2023 കടന്നു? താനാരാ? എന്തോ ഞാനാരാ? ഈ പരിപാടിയൊക്കെ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യണ ഞാനാരാ? താനാരാണോ? താനാരാ? എന്നെയും കൊണ്ട് തൻ്റെ കൂടെ കൊണ്ടുപോകാണല്ലോ. എടോ, ഞാൻ ഇവിടുത്തെ കമ്മിറ്റിയാണ്. നീ കമ്മിറ്റി ആണെങ്കിൽ ഞാൻ പൂക്കുറ്റിയാ. പൂക്കുറ്റി ഒരു കാര്യം ചെയ്ത് അവിടെ ചെന്നിരിക്കുക കേട്ടാ. ഇവിടെ ഒരു സാംസ്കാരിക സമ്മേളനം നടക്കുക. ഓ, ശവസംസ്കാര ചടങ്ങാണോ? ശവസംസ്കാര എന്നെയും തെറ്റിക്കല്ലോ. ഇതൊരു വലിയൊരു പരിപാടി നടക്കുക. ഇവിടെ വലിയ വലിയ വ്യക്തി, അതായത് MLA മാര്, മന്ത്രിമാര്, കലാകാരന്മാര്, അവരൊക്കെ ഇവിടെ നിൽക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ളവരെ നിൽക്കാൻ പാടുള്ളൂ. അപ്പൊ നീ എന്തിനാണ് നിൽക്കുന്നത്? ഞാനിവിടെ ഈ ഗാനമേളയുടെ ഓർക്കസ്ട്രക്കാരനാ. ഓ, നമ്മുടെ ഗാനമേളക്കാരെ ഓട്ടോറിക്ഷയിലുണ്ടെന്ന പുള്ളിക്കാരനാ. ഓ, ഗാനമേളക്കാരൻ. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ കഴിഞ്ഞ ദിവസം പള്ളിയിലെ ഗാനമേളക്ക് നീ വന്നിരുന്നില്ലേ? പള്ളിയിലെ ഗാനമേള ഞങ്ങൾ തന്നെയായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ എന്റെ മോൻ കണ്ടപ്പോ ആൾ ഓർത്തു. നിന്റെ മോൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നിന്റെ കാലേ കിടക്കുന്ന ചെരുപ്പ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഇത് അന്ന് എന്റെ കാലിലുണ്ടായിരുന്നില്ലോ. അന്ന് ഈ ചെരുപ്പ് എന്റെ കാലിലുണ്ടായിരുന്നു. നിങ്ങൾ ആ പള്ളിയിൽ എന്ത് ഗാനമേള അവതരിപ്പിച്ചത്? ഞങ്ങൾ അവിടെ നല്ല ഗാനമേള നടത്തി, നല്ല അടിപൊളി ടോപ്പ് ഗാനമേള നടത്തിയ. കോപ്പ് ഗാനമേളേ? എടാ, നിങ്ങളവിടെ പഴയ പാട്ടുകളല്ലടാ പാടി. എന്റെ ചേട്ടാ, ഇത് ഇങ്ങനെ ശല്യപ്പെടുത്തല്ലേ. അവിടെ ചെന്നിരിക്കും. അവിടെ ചെന്നിരിക്കും. ഞങ്ങൾ വേറെ പരിപാടികൾ ഉള്ളതാണ്. അതെ, എന്ത് പരിപാടിയാണെങ്കിൽ പഴയ പാട്ടാണെന്നുള്ളത് ഏർപ്പാട്ടിന്റെ ഓർമ്മയിൽ വെച്ച് പറയും. നിങ്ങൾക്ക് ഓർമ്മയില്ല. ഓർമ്മ ഉള്ള ആളാണെങ്കിൽ അന്ന് നല്ല പരിപാടി, നല്ല അഭിപ്രായമായിരുന്നല്ലോ. അഭിപ്രായം നല്ല പരിപാടിയായിരുന്നു. ഏർപ്പാട്ടിന് ഓർമ്മയില്ലാന്ന് നീ പറയരുത്. ഞങ്ങളുടെ നാട്ടിൽ എന്നെ ബ്രില്യന്റ് ഏർപ്പായിന്ന് വിളിക്കണേ. നല്ല ഭയങ്കര ഓർമ്മശക്തി ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. നീ എന്റെ ഓർമ്മശക്തി ടെസ്റ്റ് ചെയ്യുമ്പോ ടെസ്റ്റ് ചെയ്യും. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് ഈ കുമ്പത്തിലേക്ക് 26 കൊല്ലായി. കുമ്പത്തിലാണ് കല്യാണം കഴിഞ്ഞത്? കുമ്പത്തിലല്ലാരും ഓഡിറ്റോറിയത്തിലായിരുന്നു. ശരി. ഈ കല്യാണം കഴിയുന്ന സമയത്ത് അന്ന് ആ ചേച്ചി ഉടുത്തിരുന്ന സാരിയുടെ നിറം ഒന്ന് പറഞ്ഞേ. മോനെ, ട്രെയിന് തലവയ്ക്കാൻ പോകുന്ന ഒരാള് നമ്മ ഇടിക്കാൻ വരുന്ന ട്രെയിൻ അമരാവതിയാണോ കുർള എക്സ്പ്രസ് ആണോ നോക്കാറുണ്ടോ? കൊച്ചു പയ്യനാ.
വളർന്നു വരുമ്പോ മനസ്സിലാവും. ചേച്ചീനെ പേടിയുണ്ട്. അതെ, ഇവിടുത്തെ വോളണ്ടിയേഴ്സിനെ പേടിയില്ലേ? ആർക്ക്? ഇവിടുത്തെ പോലീസുകാരെ പേടിയില്ലേ? ഇവിടെ അധികം നേരം നിന്ന് അവർ പൊക്കും, പിന്നെ ഭയങ്കര സീനാവും. ചേട്ടൻ സ്ഥലം ഈ കാലിയാണ്. ഏർപ്പായട്ടിനെ ഓലപ്പാമ്പ് കെട്ടി പേടിപ്പിക്കല്ലേ? ഞങ്ങൾ ഭയങ്കര ധൈര്യശാലികളാ. നിങ്ങളാ? എന്റെ മുത്തശ്ശനുണ്ടല്ലോ, ആ. ആമസോൺ കാടുകളിൽ പോയി ഒറ്റയ്ക്ക് പുലിനെ വേട്ടയാടി വീട്ടിലേക്ക് കൊണ്ടുവരും. മുത്തശ്ശി ഇപ്പഴോ? ഇപ്പൊ ആമസോണിലേക്ക് വിളിച്ചു പറഞ്ഞാൽ അവര് വീട്ടിലേക്ക് കൊണ്ടുവരും. എന്റെ ചേട്ടാ, നിങ്ങൾ വലിയ ധൈര്യശാലികളാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. ആ. ആ അരിക്കൊമ്പനെ എവിടെ നിന്ന് പോയി നോക്കിയിട്ട് വാ. ഞങ്ങളിവിടെ പ്രോഗ്രാം ഒരു പാട്ടൊക്കെ ഉള്ളതാണ്, അത് തുടങ്ങട്ടെ കേട്ടോ. അല്ല, ഞാനിവിടെ സൈഡിൽ നിൽക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. സൈഡിൽ നിൽക്കണ്ട, അത് പിന്നെ ഡാൻസ് ഒക്കെ വരുന്നുണ്ട്, അതാണ് പ്രശ്നം. അല്ല, ഡാൻസ് ആണ്ട് വരാണെങ്കിൽ സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കാമല്ലോ. ചേട്ടാ, ഇത് പാട്ട് തുടങ്ങിക്കോട്ടെ. അല്ല, ഞാൻ പോണതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞാ, നമുക്ക് ഡെയിലി 2 പെഗ് കഴിക്കണം. ഉപദേശമാണോ? ഉപദേശമാണ്. ആ ഉപദേശം തന്നിട്ട് പൊക്കോളോ? ഞാൻ പോയിക്കോളാം. ആ ശരി. എന്നാ ആ 2 പെഗ് കഴിച്ചാൽ ഗുണം എന്താണെന്നറിയോ? നമ്മള് പാമ്പ് കൊത്തത്തില്ല, അതുപോലെ തലമുടി നരക്കില്ല. എങ്ങനെ ഒന്നുകൂടെ? നമ്മളെ പാമ്പ് കൊത്തത്തില്ല, അതുപോലെ തലമുടി നരക്കില്ല. കഴിച്ചാല് പാമ്പ് കൊത്തത്തില്ല, അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഏർപ്പായത്തിന് സ്പോട്ടിൽ നിന്ന് ഡെമോ കാണിച്ചു തരാം. നമ്മൾ 2 കഴിച്ചിട്ട് എങ്ങനെ വീട്ടിലേക്ക് വരിക? ഏർപ്പായറ്റം കാണിച്ചു തരാം, നോക്കിക്കോ. ആ, പാമ്പ് കൊത്തൂല അത്രേ. ഇങ്ങനെ വന്നാ എങ്ങനെ? ഇങ്ങനെയാണ് നമ്മൾ വീട്ടിലേക്ക് വരിക. അപ്പൊ നമ്മളെ കൊത്താൻ ഉന്നം പിടിച്ചിരിക്കുന്ന പാമ്പിന് ഉന്നം തെച്ചത് ചമ്മിപ്പോവും. അപ്പൊ തലമുടി നരക്കില്ല എന്ന് പറഞ്ഞതോ? തലമുടി നരക്കില്ല എന്ന് പറഞ്ഞ അപ്പോഴേക്കും നമ്മൾ തട്ടിപ്പോയിണ്ടാവും. ഇപ്പൊ ഉപദേശം കഴിഞ്ഞല്ലോ. ഉപദേശം കഴിഞ്ഞ് ഏർപ്പാടിന് പോണോണ്ട് വിരോധമൊന്നുമില്ലല്ലോ. അപ്പൊ ഏർപ്പാടും മറ്റേ പൂലേ ഏർപ്പാട്ട് സൈഡിൽ നിന്നോളാം. ആ പ്രസിഡന്റ് തിരിഞ്ഞ ഒന്ന്. സാറേ ഒന്നുകൊണ്ട് വന്ന്. ആ അതെ, ഇവിടെ ഇരിക്കുക. ഇതാണോ അമേരിക്കയിൽ നിന്ന് പ്രസിഡന്റ്? ഇത് പോണില്ല സാർ, ഇത് പോലീസുകാര് വളണ്ടിയേഴ്സ് എന്നൊന്നും പറഞ്ഞിട്ട് പോണില്ല. ഇവിടെ പാട്ട്, ഷിജുന്റെ പാട്ടുകളാണ് പ്രശ്നം. ഇതാണോ അമേരിക്കയിൽ നിന്ന് പ്രസിഡന്റ്? എങ്ങനെയാന്ന് പറഞ്ഞേക്ക. തമ്പുരാന് ചെറിയൊരു പണിയുള്ളോ? ഇത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ഇതിനെ മുള്ളിനെ മുള്ളോണ്ട് എടുക്കാന്ന് പറഞ്ഞാ അതിപ്പോ അവിടെ നടന്നു. എന്തായാലും ഷിജു പാടല്ലേ? ആള് പോയിട്ടാ. അടുത്ത ഗാനം ആലപിക്കുന്നത് റിയ ബിന്നു. അധികമാരും അനുകരിച്ചിട്ടില്ലാത്ത 2 ഫിഗർ ഷോ, 2 പേരുടെ ഫിഗർ ആണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അത് മറ്റു വേദികളിൽ കണ്ടിട്ടില്ലാത്ത ഫിഗർ ഷോയാണ്. ആദ്യം എത്തുന്നത് കുഞ്ചാക്കോ ബോബൻ്റെ ഇന്നാ താൻ കേസ് കൊടുന്ന ചിത്രത്തിലെ ഷുക്കൂർ വക്കീൽ. ഏറെ പ്രിയങ്കരനായ ഷുക്കൂർ വക്കീലായി മനോജ് കലാഭവൻ എത്തുന്നു. ഷുക്കൂർ വക്കീൽ മിമിക്രി താരവും ഒരുപോലെ സിനിമാ താരവുമായ സാജൻ പള്ളുരുത്തി. അവൻ്റെ സ്റ്റൈൽ ഇതൊക്കെ നോക്കി സാർ. നീ എന്തിനാണ് അവിടെ തല്ലിയത്? വേറെ ആളുടെ ഓട്ടോക്കകത്ത് കയറി പോണോണ്ടപ്പോ സങ്കടം സഹിച്ചില്ല. നിനക്ക് എന്ത് പ്രായമുണ്ട്? 16-ാം തീയതി വരുമ്പോ 46. 46-ാമത്തെ വയസ്സിലെ പ്രണയം. ഇവര് കേസൊന്നും വേണ്ടെന്നാണ് പറയണത്. പക്ഷെ നീ ഇവരെ തല്ലിയ സ്ഥിതിക്ക് നിനക്ക് ഞാനൊരു സമ്മാനം. ഞാൻ അവർക്ക് ചെലവിന് കൊടുക്കാറുണ്ട്. ആഴ്ചയിൽ വീട്ടിലേക്ക് വേണ്ട അരിയും വെളിച്ചെണ്ണയും പയറും പരിപ്പും പപ്പടം ഒക്കെ ഞാൻ വാങ്ങി. അതെന്തിനാണ് സാറേ? എന്റെ കെട്ടിയോ ചത്തിട്ടില്ലല്ലോ. അടുത്ത ഒരു അടിപൊളി പാട്ടുമായി ഷിജു വെങ്കിടങ്ങെത്തുന്നു. പ്രോഗ്രാം തുടരുകയാണ്. നമുക്കിനി ഇവിടെ ഡാൻസ് പ്രോഗ്രാം ആരംഭിക്കേണ്ടതുണ്ട്. ഷിജു അദ്ദേഹത്തിൻ്റെ പിതാവ് ആറുമുഖൻ വെങ്കിടങ്ങ് ചേട്ടൻ എഴുതിയ പാട്ട് അദ്ദേഹം ആലപിക്കുകയാണ്. ഒരു വെറൈറ്റി സോങ് ആണ്. 2 ശബ്ദം അദ്ദേഹം അനുകരിച്ചുകൊണ്ട് പാടുകയാണ്. ഷിജു വെങ്കിടൻ.
ഹലോ. എൻ്റെ അച്ഛൻ മണിച്ചേട്ടന് വേണ്ടി കൊടുത്തൊരു പാട്ടാണത്. അതിൻ്റെ ഫസ്റ്റ് ഫീമെയിൽ വോയിസ് പാടിയിരുന്ന എൻ്റെ പെങ്ങളായിരുന്നു ഷൈനി. അദ്ദേഹം മ്യൂസിക് ടീച്ചറാണ്. പിന്നീട് അത് സ്റ്റാർ വ്യൂവിൽ വന്നപ്പോൾ ദേനിമ ചേച്ചി പാടി. ഞാൻ അതിനൊരു വാശി എന്ന പോലെയാണ്, എനിക്കറിയാം അത് പ്രൊഫഷണലാണെന്നറിയാം, ഒരു വാശി എന്ന പോലെ ഞാൻ മിക്കവാറും വേദികളിൽ ഇത് പാടാനിട്ടുണ്ട് 2 വയസ്സിൽ. ഈ പാട്ട് മാത്രം എനിക്ക് 2 വയസ്സിൽ പാടാൻ പറ്റും. അപ്പോൾ അന്ന് നല്ല പോലെ ഒന്ന് കൈയടിക്കുക. ഓക്കെ, താങ്ക് യു. നമ്മൾ ഡാൻസ് പ്രോഗ്രാം തുടങ്ങാൻ അല്പസമയം കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് 1-2 പാട്ടുമായിട്ട് മുന്നോട്ട് പോവല്ലേ, പാടാം. അപ്പോൾ അടുത്ത ഗാനം റിയ ബിന്നു ആലപിക്കുന്നു. ഹലോ. മനോജ്, ഇനി ഒരു ഡ്യുവറ്റ് സോങ് ആയല്ലോ. ആയിക്കോട്ടെ. ഷിജു വെങ്കടങ്ങും റിയ ബിനുവും ചേർന്ന് പാടുന്ന ഒരു അടിപൊളി ഡ്യുയറ്റ് സോങ്. ഹലോ. ഹലോ. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഈ പാട്ടിന് മുൻപായിട്ട് ഞങ്ങൾ എന്തായാലും ഡാൻസ് പ്രോഗ്രാമിന് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ വേദി നൽകിയ സംഘാടകർക്ക് പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ഇതിലുള്ള ആർട്ടിസ്റ്റുകൾ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തുകയാണ്. മനോജ് കലാഭവൻ മനോജ്, നമ്മുടെ ജയനായി വന്ന പ്രിയൻ തൃശ്ശൂർ, സാജമ്പള്ളുത്തിയായി വന്ന ഷരീഫ് തൃശ്ശൂർ, ഒക്കെ തൃശ്ശൂർക്കാരാട്ടാ ഞങ്ങളെല്ലാം. പിന്നെ ഇവരെ നമ്മുടെ ഷിജു വെങ്കിടങ്ങ്, നിങ്ങൾക്കറിയാലോ, കലാപം മണിക്ക് വേണ്ടി ഒരുപാട് പാട്ടുകൾ എഴുതിയ അറുമുഖൻ ചേട്ടൻ്റെ മകനാണ് ഷിജു വെങ്കിടങ്ങ്. പിന്നെ ഈ മണ്ണുത്തി സ്വദേശിനിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട റിയ ബിന്നു. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഗാനത്തിലേക്ക് കിടക്കുകയാണ്. ഒരു അടിപൊളി പാട്ടാവാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ളത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇത്രയും നേരം പാട്ടും ചിരിയും തമാശയും നേരം പൊക്കായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കലാഭവൻ സലീമും ടീമും ആയിരുന്നു. നല്ലൊരു കയ്യടി കൊടുക്കാം കലാഭവൻ സലീം ആൻഡ് ടീം. താങ്ക് യു സോ മച്ച്. യുവതന്നിടിപ്പോടെ മുന്നോട്ട് കുതിക്കുന്നു കേരളം, എന്റെ കേരളം. വികസനത്തിന്റെ വഴിയിലായി നമ്മൾ ചുവട് വയ്ക്കുന്നു മുന്നിലായി, എന്റെ കേരളം. സേവനത്തിന്റെ 2 വർഷത്തിൻ കനകശോഭയായി എന്റെ കേരളം.